ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒരു സിംഹത്തെ പോലും മെരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര വലിയ കാര്യത്തെയും കീഴടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എത്ര വലിയ കാര്യത്തെയും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ വളർന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ പഴയ എനർജി അത് തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിക്കളയുക. അതായത് ഈ ഒരു 4 ഓഫ് കപ്സിന്റെ എനർജിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒരുപാട് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ ഇല്ലാത്തൊരു കാര്യത്തെ പറ്റി നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പഴയ എനർജിയിൽ ഇരിക്കാതിരിക്കുക. കാരണം മറ്റുള്ളവർ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും പെട്ടെന്ന് ഡെസ്പായി പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി അല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളിൽ വളരെ വലിയ സ്ട്രെങ്ത് ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തെയും മെരുക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഏത് സിറ്റുവേഷനെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏത് സിറ്റുവേഷനും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ രണ്ടാമതായി വന്നിട്ടുള്ളത് ക്യൂൺ ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ സ്നേഹത്തിന്റെ ആ ഒരു എനർജിയിലായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരെ കൂടി ഹീല് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ കാം എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂളായിട്ട് ക്വയറ്റായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഹീല് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഒന്നോർക്കുക, നമുക്ക് വേണ്ടിയിട്ട് കൂടി ജീവിക്കാൻ ഒന്ന് ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ പാടെ നിങ്ങൾ മറന്നു കളയാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. നമ്മൾ മറ്റുള്ളവരെ ഹീല് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ഈ ഒരു പ്രൊട്ടക്ഷനും ഈ ഒരു ഹീലിങ്ങും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും എല്ലാം തന്നെ നമുക്ക് കൂടി കൊടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സോൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഇത് നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു മോട്ടിവേഷനൊക്കെ സ്വീകരിക്കുന്നതുമാകാം. മാത്രമല്ല ഇവിടെ പുതിയൊരു ലവ് ഓഫർ നിങ്ങൾക്ക് വരുമെന്നും കാണുന്നുണ്ട്. ഇപ്പോൾ ക്ഷീണവും തളർച്ചയും ഒക്കെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ആ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ മാറ്റി നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്ത് കാര്യങ്ങളും ചെയ്യാനൊരു ചുറുചുറുക്കവും
ഒരു സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപറർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇമോഷണൽ ആകരുത്. അതായത് നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നേക്കാം. ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്യാം. പക്ഷേ ഒരു തരത്തിലും നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിന്മേൽ എടുക്കരുത് എന്നുള്ളതാണ്. ഈ ഒരു എംപറർ എന്ന് പറയുന്നത് ഒരു ലോജിക് മൈൻഡുള്ള ആളാണ്. അപ്പോൾ ആ തരത്തിൽ മാത്രം നിങ്ങൾ കാര്യങ്ങളെ എടുക്കാൻ ശ്രമിക്കുക. ഈ സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു കൺട്രോള് നിങ്ങൾ തിരികെ പിടിക്കണം എന്നുള്ളതാണ്. കൂടുതൽ ആളുകളും നിങ്ങൾ പറയുന്നത് ഈ ഒരു സമയം കേട്ടേ പറ്റുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ആ ഒരു പവർ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു എനർജിയാണിത്. മാത്രമല്ല ഈ ഒരു സമയം ഒരുപാട് സ്ട്രഗിൾസിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം ലഭിച്ച് ആ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിലേക്കൊരു അധികാരം ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിലൊരു ജോലിയുടെ ഓഫറൊക്കെ ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്താനുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രം കുരുങ്ങിയിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നമ്മളിലുണ്ടായ പ്രശ്നങ്ങളിൽ മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഇറങ്ങാനുള്ള ആ ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങളോട് ഈ ഒരു സമയം ഡിവൈൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം സ്പിരിച്വലായിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നമുക്ക് നഷ്ടം വന്നതൊക്കെയും നമുക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് എത്താൻ ദൈവം തന്നെ തന്നൊരു വഴിയാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു നിരാശയിലും അല്ലാന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് മാത്രം നിങ്ങളിങ്ങനെ ഇരിക്കുന്നതിനാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ദൈവം വെച്ചു നീട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റാത്തത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും പുറത്തിറങ്ങി, അതായത് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആ ഒരു പരിപാടി നിർത്തി നിങ്ങളുടെ ചുറ്റുമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. ഇതിൽ നിങ്ങൾ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഒറ്റയ്ക്കിരുന്ന് കരയുകയോ അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജിയുമുണ്ട്. അതായത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭയം, നിരാശ, ഉത്കണ്ഠ ഇതെല്ലാം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ കൂടെ ചിലപ്പോൾ ആളൊക്കെ ഉണ്ടാവും, പക്ഷേ അവരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡിവൈൻ നൽകുന്നൊരു മെസ്സേജ്, നിങ്ങളുടെ വേദനകൾ, ഒറ്റപ്പെടലുകൾ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു ഒറ്റപ്പെടലൊക്കെ മാറി നിങ്ങൾക്കൊരു അനുഗ്രഹം തീർച്ചയായിട്ടും വരുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവായിട്ടൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ്സിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലെ വേദന നിങ്ങൾ ഈ ഒരു സമയം ഹീൽ ചെയ്യണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. കാരണം ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഹീലർ ആണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കഴിവ്, മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവ് തീർച്ചയായിട്ടും നിങ്ങളിൽ ആ ഒരു കഴിവ് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വേദനകളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ ഹീൽ ചെയ്യുക എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം അല്ലെങ്കിൽ മിസ്സിംഗ് ആയൊരു കാര്യത്തെ പറ്റിയൊക്കെ നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, അത് വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എന്നാണ്.
അപ്പോൾ ഇവിടെ 3 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് സന്തോഷിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ഒരു സമയം കിട്ടുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ട് ഈ സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു വേദനകളൊക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം എന്തെങ്കിലും ശുഭകാര്യങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നതാവാം. അത് ഒരുപക്ഷെ ഒരു വിവാഹമോ അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷനോ, അങ്ങനെ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ളൊരു പാർട്ടിയിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു ഓഫീസ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യമാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു സന്തോഷം നൽകുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സമയം എത്തിച്ചേരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ടവറാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കാത്തത് അത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യത്തിൽ നിന്ന് ഒരു നന്മയായിരിക്കൂല ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു കാര്യത്തിന് ലാഗ് വന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ പ്രാർത്ഥിച്ച ആ ഒരു കാര്യം ആ ഒരു സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാവിക്കത് ദോഷം ചെയ്യണം എന്നതുകൊണ്ട് മാത്രമായിരിക്കാം അത് നിങ്ങളിലേക്ക് എത്തിക്കാഞ്ഞത്. അത് കിട്ടാത്തത് അങ്ങനെയാണ് എന്നുള്ളൊരു ചിന്ത ഈ ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചേഞ്ച് വരുന്നൊരു സമയമാണ്, ഒരു ട്രാൻസ്ഫർമേഷനാണ് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സമയം നിങ്ങൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ആ ഒരു സെൻസിൽ എടുക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അത് നിങ്ങൾ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പൊതുവെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് തകർച്ചകളൊക്കെ നേരിട്ടിട്ടുണ്ടാവാം, ഒരുപാട് പണം നഷ്ടമായിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു സാഹചര്യത്തിനെല്ലാം ഇവിടെ ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ കാര്യങ്ങൾ അത് 10 മടങ്ങ് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. അത് പൈസയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ അത് ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പല ഭാഗത്തു നിന്നും പണം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലർക്ക് അതൊരു കുടുംബസ്വത്തായിട്ടായിരിക്കാം നിങ്ങളിലേക്ക് എത്തുന്നത്, അത് പണമായിട്ടായിരിക്കാം. ആ ഒരു കുടുംബസ്വത്ത് എന്ന് പറയുന്നത് പണമായിട്ടായിരിക്കാം നിങ്ങളിലേക്ക് എത്തുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ വസ്തുവായിട്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തൊരു കാര്യം അത് ഫിസിക്കലായിട്ട് മാത്രമായിരിക്കില്ല, നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം. അതിൻ്റെ ആ ഒരു പ്രതിഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിൽ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കുകയും ഒരു ലോങ് ടൈം ആയിട്ട് വേണ്ട ഒരു കാര്യം അത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുറേ ആൾക്കാർക്ക് വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹാപ്പി ന്യൂസ് കേൾക്കാം, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടതോ പൈസയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ അങ്ങനെ
അതിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് നല്ല വാർത്തകൾ ഈ സമയം കേൾക്കാൻ പറ്റുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന, നിങ്ങൾക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു നല്ല വാർത്ത ഈ ഒരു സമയം കേൾക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതുമാകാം. അപ്പോൾ പൈസയുടെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങളൊക്കെ വിട്ട് അവിടെ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള വ്യക്തികളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ലഭിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി എവിടേക്കെങ്കിലും നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പോകുന്നതുമാകാം ഇത്. അപ്പോൾ എന്തൊക്കെയോ പ്രിയപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ഒരു ശുഭ കാര്യം അത് നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചില ആളുകൾ ഇനിയും ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം ഇവിടെ എടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ, ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത പല കാര്യങ്ങളും അത് ഒരുപക്ഷെ സ്നേഹമാകാം, വിശ്വാസമാകാം, അത്തരത്തിൽ പല കാര്യങ്ങളും തിരിച്ചു കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് നിങ്ങൾ ഉപേക്ഷിച്ച് പുറത്തു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ നേരിടേണ്ടി വന്ന പരിഗണനയില്ലായ്മയും വേദനകളും നിങ്ങൾക്ക് ഇനി അത് വേണ്ട എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ആർക്ക് മുന്നിലും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മുന്നിൽ വിശാലമായ ഒരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു വലിയ ചേഞ്ച് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നു എന്നാണ്. നിങ്ങൾക്ക് എവിടെയാണോ മൂല്യം ലഭിക്കുന്നത് അവിടേക്ക് നിങ്ങൾക്ക് പോകാം എന്നുള്ള ആ ഒരു തീരുമാനം നിങ്ങളെടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കുറേയധികം ചോയ്സസ് ഉള്ളൊരു സമയമാണിത്. കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു തീരുമാനത്തിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കുറേ ചോയ്സസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ കൺഫ്യൂസ്ഡ് ആയ ഒരു അവസ്ഥയും ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ജോലിയുടെ കുറേ ഓഫേഴ്സ് വന്നേക്കാം. റിലേഷൻഷിപ്പിലൊക്കെ കുറേ കൺഫ്യൂഷനായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളിവിടെ ഒരുപാട് കൺഫ്യൂഷനായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലെത്തുന്ന കാര്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം തിരഞ്ഞെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണിത്. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങളിൽ, അത് ഇപ്പോൾ നിങ്ങളൊരു സ്ഥലം വാങ്ങുന്ന കാര്യമാകാം, വീട് വയ്ക്കുന്ന കാര്യത്തിലാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വാങ്ങുന്ന കാര്യത്തിലാകാം, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അതിൽ കുറേയധികം ആളുകൾക്കും നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ്. അതായത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് തുടങ്ങേണ്ടത്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ നിങ്ങളിൽ ചില ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് ഈ ഒരു സമയം. ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിലേ ആയി പോയതിനു ശേഷം ഈ സമയം അത് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. അങ്ങനെ ഡിലേ ആയി കിടന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം അത് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഡിലേ ആയി കിടന്ന ചില കാര്യങ്ങളാകാം, അത് നിങ്ങൾ അത് വീണ്ടും തുടങ്ങുന്നു എന്നാണ്. സ്റ്റക്കായിരുന്ന ആ ഒരു കാര്യത്തിന് ഇവിടെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ പേപ്പർ വർക്കൊക്കെ ചെയ്തു വെച്ച് അത് സ്റ്റക്കായി പോയിരുന്നുവെങ്കിൽ അതിന് ഒരു മൂവ്മെൻറ്റ് ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ ഈ ഒരു സമയം എന്ത് കാര്യം ചെയ്താലും അത് ഒരു വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിലൊരു ട്രാവൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ
അത് ഈ ഒരു സമയം മൂവ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലക്ക് നിങ്ങളുടെ ഭാഗത്ത് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ഒരു നല്ല കാലത്തിലേക്ക് വരുന്നൊരു സമയം കൂടിയാണിത്. നിങ്ങളുടെ ആ ഒരു ബാഡ് കർമ്മ, അതായത് നിങ്ങളുടെ പൂർവികരോ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലോ ഒക്കെ ചെയ്തു പോയ ആ ഒരു കർമ്മ, അത് എൻഡായി തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് എൻഡായി തുടങ്ങുന്നതിൻ്റെ ഒരു എനർജിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായി വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നന്മയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങളൊരു വാഹനം മേടിക്കുന്ന എനർജി ഉണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതുമാകാം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ്. ഒരു പബ്ലിക് റെക്കഗ്നേഷനൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത കാര്യം, ആ ഒരു കാര്യത്തിന് ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തൊരു കാര്യമായിരിക്കാം. മറ്റുള്ളവരെല്ലാവരും പല സമയങ്ങളിൽ നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്തും അല്ലെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ മുന്നോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ച് അവർ നിങ്ങളോട് പലതും പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ അവസ്ഥയിലും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ 3 ഓഫ് കപ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം നിങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു പ്രമോഷനോ അവാർഡോ അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും ഈ ഒരു സമയം നിങ്ങളുടെ വിജയം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വാക്കുകൾക്ക് വില തരാത്തവര് ഈ സമയം നിങ്ങൾ പറയുന്നത് അനുസരിച്ചേ മതിയാകൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരാം. അപ്പോൾ നിങ്ങൾക്ക് വിലയും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്ഥാനവും ഒക്കെ ലഭിച്ച് നിങ്ങൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കുറേ ആളുകൾക്ക് നടുവിൽ നിങ്ങൾക്കൊരു സ്റ്റാർ ആകാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് അവർ നിങ്ങളെ ആകർഷിച്ച് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 4 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളൊരു പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന എനർജി ഉണ്ട്. അതായത് ഇനി മുന്നോട്ട് നിങ്ങളുടെ ആ ഒരു ഫിനാൻസ് എങ്ങനെയായിരിക്കണം, ഏതൊക്കെ തരത്തിലായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള പൈസ നിങ്ങൾ ഒരുപക്ഷെ മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നതുമാകാം. അപ്പോൾ നിങ്ങൾക്കുള്ള പൈസ അതെങ്ങനെ ചിലവാക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഒരുപക്ഷെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാനുള്ള പ്ലാനിങ് ആവാം. അങ്ങനെ കുറേ ആളുകൾ ഇവിടെ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സമ്പാദിക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അച്ചീവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. കൂടുതലും നിങ്ങൾ ഫിനാൻസിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഒരു വീട് വേണം, അല്ലെങ്കിൽ നല്ലൊരു വണ്ടി വേണം, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടണം. അപ്പോൾ അങ്ങനെയുള്ള ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിൽ ഇതൊന്നും ഉണ്ടായിരിക്കില്ല, വീടോ വാഹനമോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ സ്വപ്നം ആ തരത്തിലൊന്ന് ചേഞ്ച് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക. അത് ശരിക്കും നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഫൂൾ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. നിങ്ങളിപ്പം വരും വരായികളൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ വിട്ടുകളയുന്നുണ്ട്. മാത്രമല്ല ഫ്യൂച്ചറിനെ കുറിച്ച് ആശങ്കകളൊന്നും തന്നെ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു പ്രസന്റ് മൂമെന്റിനെ കുറിച്ച് മാത്രമാകാം. ആ ഒരു പ്രസന്റ് മൂമെന്റിൽ നമുക്ക് എങ്ങനെ അത് മനോഹരമായിട്ട് ജീവിക്കാം, എങ്ങനെ വിഷമങ്ങൾ മറന്ന് സന്തോഷമായിട്ട് ജീവിക്കാം, നമുക്കുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് എങ്ങനെ സംതൃപ്തിയോടുകൂടി ജീവിക്കാമെന്ന് ചിന്തിച്ച് നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത്
നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു ഭയത്തെയൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റികളിൽ നിന്നൊക്കെ നിങ്ങൾ ഈ സമയം മാറി നിൽക്കും എന്നാണ് കാണുന്നത്. അതായത് വേണ്ടാത്ത മോശം കൂട്ടുകെട്ടുകൾ അത് കട്ട് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാകാം. അതായത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശിച്ച് നൽകുന്ന ആ ഒരു ആൾക്കാരുമായിട്ട് ഇനി യാതൊരു തരത്തിലുമുള്ള കോണ്ടാക്റ്റും വേണ്ട എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, ഫാമിലി മെമ്പേഴ്സ് ആകാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു ഗൈഡൻസ് കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം, പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അതിനാൽ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ പുതിയ തുടക്കങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സാഹചര്യം എന്താണെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.